ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞവർ മറന്നാലും കേട്ടവർ മരണം വരെ മറക്കില്ല. നിങ്ങളിൽ ഈ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലുള്ള സ്നേഹം, നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പിന്നിലുള്ള കാരണം. സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായിത്തീരുന്നത്. അസത്യങ്ങളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെ ആണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകം ഉള്ളവരാക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. വാക്ക് അതൊരു മൂർച്ചയുള്ള ഒരു കത്തിയാണ്. തമാശയ്ക്ക് കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. നിങ്ങൾ കഠിനമാണെന്നോ മടുപ്പുളവാക്കുന്നതാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്കുകൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു പോയതുകൊണ്ടാണ്. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീന്തിക്കയറിയ സങ്കടങ്ങൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിലും ആരും കാണില്ല. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകുന്നില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. നാം തളരുമ്പോൾ തന്നെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മെ കാണുന്നത്. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെ ആണ്. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാവില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്.